വിവിധ ഗതാഗത സംവിധാനങ്ങളെ കോർത്തിണക്കി അനുസ്യൂത യാത്ര എന്ന സ്വപ്നം കൊച്ചിയിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനായി മെട്രോപൊളിറ്റൻ ആക്ടിന്റെ ആദ്യ ചുവടുവയ്പ് നടത്തി. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഇന്റലിജന്റ് സീംലെസ് മൊബിലിറ്റി യാഥാർത്ഥ്യമാക്കാൻ ഇന്റലിജന്റ് ട്രാഫിക് സിസ്റ്റം സജ്ജീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ ഗതാഗത സംവിധാനങ്ങളെ കോർത്തിണക്കി അനുസ്യൂത യാത്ര എന്ന സ്വപ്നം കൊച്ചിയിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇതിനായുള്ള മെട്രോപൊളിറ്റൻ ആക്ടിന്റെ ആദ്യ ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടപ്പാക്കുന്ന സീംലെസ് മൊബിലിറ്റി യാഥാർത്ഥ്യമാക്കാൻ ഇന്റലിജന്റ് ട്രാഫിക് സിസ്റ്റം സഹായിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചി സ്മാർട്ട് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഗതാഗത കുരുക്ക് ഒഴിവാക്കി സുരക്ഷിത യാത്ര ഒരുക്കുന്ന ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിത സൗകര്യ വർധനവിന് കാര്യക്ഷമമായ നഗര സേവനങ്ങൾ ലഭ്യമാക്കുന്ന കൊച്ചി സ്മാർട്ട് മിഷൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, ബസ്, ഓട്ടോ തൊഴിലാളികളുടെ സൊസൈറ്റി തുടങ്ങി വിവിധ ഗതാഗത സംവിധാനങ്ങളെ കോർത്തിണക്കിയാകും അനുസ്യൂത യാത്ര സൗകര്യം ഒരുക്കുക എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നഗര ഗതാഗത രംഗത്ത് ഒട്ടേറെ പുതുമകൾ കൊച്ചിക്ക് അവകാശപ്പെടാൻ കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, ബസ്, ഓട്ടോ തൊഴിലാളികളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള സൊസൈറ്റികൾ ഇവയൊക്കെ അതിൽപ്പെടുന്ന വിവിധ ഗതാഗത സംവിധാനങ്ങളെ കൊച്ചിയിൽ അനുസ്യൂത യാത്ര എന്ന സ്വപ്നം നടപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമപ്രാബല്യത്തോടുകൂടി മെട്രോപൊളിറ്റൻ ആക്ടിന്റെ ആദ്യ ചുവടുവയ്പ് കൊച്ചിയിലാണ് ഉണ്ടാവുന്നത്. വെഹിക്കിൾ ആക്ടിവേറ്റഡ് സിഗ്നലുകൾ, കാൽനടയാത്രക്കാർക്ക് റോഡ് കുറുകെ കടക്കാൻ സ്വയം പ്രവർത്തിക്കാവുന്ന പെലിക്കൻ സിഗ്നൽ, 3 മോഡലുകളിൽ ഏരിയ ട്രാഫിക് മാനേജ്മെന്റ്, നിരീക്ഷണ ക്യാമറകൾ, ചുവപ്പ് ലൈറ്റ് ലംഘനം നടത്തുന്ന വാഹനങ്ങളെ തിരിച്ചറിയാനുള്ള സംവിധാനം, നഗരത്തിലെ അപ്പോഴുള്ള ഗതാഗത പ്രശ്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന ബോർഡുകൾ, നിയന്ത്രണ കേന്ദ്രം എന്നിവയാണ് ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നത്. നഗരത്തിലെ തിരക്കനുസരിച്ച് സ്വയം പ്രവർത്തിക്കുന്ന വെഹിക്കിൾ സിഗ്നൽ നിലവിൽ വന്നതോടെ കാത്തുനിൽപ്പ് ഒഴിവാക്കി വാഹനങ്ങളുള്ള ട്രാക്കിനും ഇല്ലാത്ത ട്രാക്കിനും വ്യത്യസ്ത പരിഗണന നൽകി സിഗ്നലുകൾ പ്രവർത്തിക്കും. റഡാർ സംവിധാനം ഉപയോഗിച്ച് വാഹന തിരക്ക് അനുസരിച്ച് ഓട്ടോമാറ്റിക്കായി സിഗ്നൽ സമയം ക്രമീകരിക്കും. കൊച്ചി നഗരത്തിലും പുറത്തുമായി 21 പ്രധാന ജംഗ്ഷനുകളിലാണ് സിഗ്നലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. റോഡിലെ വാഹനങ്ങളുടെ തിരക്കനുസരിച്ച് ഗതാഗതം സുഗമമാക്കാൻ ഇതുവഴി കഴിയും. കാൽനട യാത്രക്കാർക്ക് റോഡ് കുറുകെ കടക്കാൻ പെലിക്കൺ സിഗ്നലുകളും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുണ്ട്. ട്രാഫിക് സിഗ്നൽ നിയന്ത്രണത്തിനൊപ്പം ഗതാഗത നിയമലംഘനം പിടികൂടാനും ITMS സഹായിക്കും. റെഡ് ലൈറ്റ് ലംഘിക്കുന്നവരെ പിടികൂടാനായി 35 കേന്ദ്രങ്ങളിൽ നൂതന ക്യാമറകളും സിസ്റ്റത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രിയിലും മോശം കാലാവസ്ഥയിലും വ്യക്തമായ ചിത്രങ്ങൾ പകർത്താൻ കഴിയും. സെൻട്രൽ കൺട്രോൾ സിസ്റ്റം വഴി ITMS സ്ഥാപിച്ച ജംഗ്ഷനുകളുടെ നിയന്ത്രണം ഒരു കേന്ദ്രത്തിൽ നിന്ന് നടത്താനാകും. മുഴുവൻ കേന്ദ്രങ്ങളിലെയും വിവരങ്ങൾ കാണാനും ആവശ്യമായ പരിഷ്കാരങ്ങൾ നടത്താനും ഇതിലൂടെ കഴിയും. റവന്യൂ ടവറിൽ ഒരുക്കിയിരിക്കുന്ന കൺട്രോൾ സിസ്റ്ററിൽ ഗതാഗതം നിരീക്ഷിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും സൗകര്യങ്ങളുണ്ട്. 5 വർഷത്തെ പരിപാലനവും ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും ഉൾപ്പെടെ 27 കോടി രൂപയാണ് പദ്ധതി കെൽട്രോൺ നടപ്പാക്കിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേന്ദ്രീകൃത ഹെൽത്ത് കെയർ സംവിധാനമായ ഇ-ഹെൽത്ത് വളരെ പെട്ടെന്ന് ചികിത്സ കിട്ടാൻ വഴി തുറക്കുമെന്നും ഇത് ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുമെന്നും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടപ്പിലാക്കുന്ന ഇ-ഹെൽത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് ഹോസ്പിറ്റലുകളുടെ ഇ-ഹെൽത്ത് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പിന്തുണ കൂടി അവിടെ നൽകുന്നു എന്നതിനാണ്. ഇ-ഹെൽത്ത് പദ്ധതി ഗവൺമെന്റ് വന്നപ്പോൾ ആരംഭിച്ചിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടിയാണ് നമ്മൾ ആ പരിപാടി ആരംഭിച്ചത്. ഒരു 92 കോടി രൂപ സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് ഒരു പ്രത്യേക സ്കീമായിട്ട് അനുവദിച്ചു തന്നതായിരുന്നു. IC4 മോട്ടോർ വാഹന വകുപ്പ് സെല്ലിന്റെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. കേരളത്തിൽ ആദ്യമായി കൊച്ചിയിൽ നിലവിൽ വന്ന മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പ്രവർത്തനം ICC4 MVD സെല്ലിലായിരിക്കും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ക്യാമറ സിസ്റ്റത്തിലൂടെ ചെല്ലാൻ ഉപയോഗിച്ച് നിയമ നടപടി സ്വീകരിക്കും. നിയമം ലംഘിക്കാതിരിക്കുന്നതാണ് പ്രധാനമെന്ന് ജനപ്രതിനിധികൾ ജനങ്ങളെ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സഹകരണത്തോടെ
ബോധവാന്മാരാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഈ സെല്ലുമായി കൂടി വരുമ്പോൾ നിയമലംഘനങ്ങൾ കണ്ടെത്തി ശിക്ഷിക്കുക മാത്രമല്ല ഈ സെല്ലിന്റെ ഉദ്ദേശം. നഗരഗതാഗതം സുരക്ഷിതവും സുഗമമാക്കുന്നതിനാവശ്യമായ മറ്റ് നടപടികളും സെല്ലിന്റെ പ്രവർത്തന പദ്ധതിയാണ്. ലോക്ക്ഡൌണിൽ ഇളവ് വന്നതിന് ശേഷം വാഹനാപകടങ്ങളുടെ എണ്ണം കുറവ് വന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചി സ്മാർട്ട് മിഷൻ ലോഗോയുടെ ഔദ്യോഗികമായ വീഡിയോ പ്രകാശനവും കൊച്ചി മേയർ സൗമിനി ജെയിൻ നടത്തി. കൊച്ചി സ്മാർട്ട് മിഷൻ നിർമ്മിച്ച 1000 ഫേസ് മാസ്കുകളുടെ വിതരണോദ്ഘാടനം ഹൈബി ഈഡൻ MP കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാക്കറയ്ക്ക് നൽകി നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ, TJ വിനോദ് MLA, PT തോമസ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി കുര്യാക്കോസ്, കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ KR പ്രേംകുമാർ, GCDA ചെയർമാൻ V സലീം, ചീഫ് സെക്രട്ടറി ബിശ്വാസ് മേത്ത, DGP ലോക്നാഥ് ബെഹ്റ, കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി ഗുണാൽ കുമാർ, കൊച്ചി സ്മാർട്ട് മിഷൻ ജാഫർ മാലിക്, ജില്ലാ കളക്ടർ S സുഹാസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.